Hi friends, I am going to പരിചയപ്പെടുത്താൻ ഫേസിലേക്കും ബോഡിയിലേക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിന്റർ സീസണിലെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് ഒക്കെ മാറ്റുന്ന അതുപോലെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രീമും ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കണ്ടെയ്നർ എടുക്കാം. ആ കണ്ടെയ്നർ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ കേടുവന്നു പോകും. ഇനി നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് ഒരു 3-4 ടീസ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെല്ലാണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഓയിലാണ്. ഈ ഓയിൽ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. തേങ്ങ വെന്ത വെളിച്ചെണ്ണയിൽ പ്യുവറായിട്ടുള്ള അലോവേറയും അതുപോലെ മിൻറ്റും കൂടി ചേർത്ത് കാച്ചിയെടുത്തിട്ടുള്ള ഓയിലാണ്. ഈ ഓയിൽ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സോപ്പ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സോപ്പ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർട്ടിലും കൊടുത്തേക്കാം. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഈ ഓയിലിൽ നിന്ന് ഒരു 1.5 ടീസ്പൂണാണ് ഞാൻ ഈ ക്രീമിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ ഫേസിൽ ഇപ്പോൾ ഒരുപാട് പിമ്പിൾസ് ഉണ്ടാകുന്ന ടൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം ഉണ്ടാക്കുമ്പോൾ ഓയിൽ അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിലേക്ക് മാത്രമാണ് ക്രീം ഉണ്ടാക്കുന്നതെങ്കിൽ ഓയിലും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ഈ ക്രീമിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനും ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വിൻ്റർ സീസണിൽ എസ്പെഷ്യലി ഇത് ഒരുപാട് നല്ലതാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഹണിയാണ്. ഹണി നമ്മുടെ സ്കിന്നിനെ വളരെ സ്മൂത്താക്കി വയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹണി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഹണി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും 2 എണ്ണം പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. കാരണം ഒന്നിനെ വിട്ട് കിടക്കാൻ പാടില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ അതേപോലെ നിങ്ങൾ മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുക. ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ കേടൊന്നും വരില്ല. നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഫേസിലും ബോഡിയിലൊക്കെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മുഖം ഒന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺ ടാനൊക്കെ വരാതിരിക്കും. അതേപോലെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റൊക്കെ തരും. അത്ര നല്ല തണുപ്പുള്ളൊരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യുക. അതേപോലെ വീഡിയോ നല്ലതാണെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.